നമ്മുടെ ചുറ്റുപാടും ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. ചില മനുഷ്യന്മാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളോടാണ് നമുക്ക് കൂടുതലൊരു ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ നമ്മളുടെ മക്കളെ നമുക്ക് എങ്ങനെ ഉത്തരവാദിത്വമുള്ളവരായിട്ട് വളർത്തിയെടുക്കാം? അവർ വലുതായി കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നിനക്ക് എന്താണ് ഉത്തരവാദിത്വം ഇല്ലാത്തത്, നീ ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ, കണ്ടും കേട്ടും ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നിമിഷത്തിൽ അവർക്ക് ഉത്തരവാദിത്വം ഒന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂല. അപ്പോൾ ഇപ്പം നമ്മളുടെ ലൈഫിലോട്ട് തന്നെ നമ്മളൊന്നും ചിന്തിച്ചു നോക്കും. നമ്മളുടെ ലൈഫ് തന്നെ നമുക്ക് എപ്പോഴാണ് ഉത്തരവാദിത്വമൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ശരിക്കും ഉത്തരവാദിത്വം ഉണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു ഏജിൽ ഞാൻ ചെയ്യേണ്ട എല്ലാ റെസ്പോൺസിബിലിറ്റീസും എൻ്റെ ഡ്യൂട്ടീസൊക്കെ ഞാൻ ശരിക്കും ചെയ്യുന്നുണ്ടോ? ആദ്യം നമ്മളുടെ ഒരു അവയർനെസ്സിലോട്ട് നമ്മൾ വരിക. നമ്മളുടെ ഒരു അവയർനെസ് എത്രത്തോളം ഉണ്ടോ അത്രയൊക്കെ തന്നെയല്ലേ നമ്മളുടെ മക്കൾക്കും ഉണ്ടാവുള്ളൂ. കാരണം അവർ നമ്മളെയല്ലേ കണ്ടു പഠിക്കുന്നത്. സ്കൂളിലൊന്നും ഉത്തരവാദിത്വമൊന്നുമല്ലല്ലോ പഠിപ്പിക്കുന്നത്. ഇപ്പം സ്കൂളിലെ തന്നെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നു. സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഹോംവർക്ക് ചെയ്യുക, അവർ പഠിക്കുക, നാളത്തേക്ക് കൊണ്ടുപോകേണ്ട ടൈം ടേബിൾ എടുത്തു വയ്ക്കുക. ഇതൊക്കെ പാരൻസ് അവരുടെ ഉത്തരവാദിത്വമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. ശരിക്കും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു കുട്ടി ഏത് പ്രായത്തിലാണോ ഉള്ളത് ആ പ്രായത്തിൽ അവർക്ക് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷ്യൂർ ചെയ്യുക. നമ്മൾ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അവർ വലുതായി കഴിയുമ്പോൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളൊരു സാധനമല്ല. ചെറിയ പ്രായത്തിൽ അവർക്ക് എത്ര വയസ്സാണോ ഉള്ളത് ആ പ്രായത്തിലുള്ള കാര്യങ്ങൾ, അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ വലുതാകുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവർ പ്രാപ്തിയുള്ളവരാകും. വളരെ ചെറിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കും. ആ കുട്ടി അവരിപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ, നമ്മൾ കിടന്നുറങ്ങി രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ബെഡ് വൃത്തിയാക്കി ഇടുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ അവർ വേറെ എന്താണ് ചെയ്യുന്നത്? അതുപോലെ തന്നെ അവനവൻ കഴിക്കുന്ന രണ്ടാമത്തെ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കാവുന്നത് പിള്ളേർ വളർന്ന പ്രായമാകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന പാത്രം അവരെ കൊണ്ട് കഴിയിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നമ്മൾ സിങ്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് GTPT ഉണ്ട്. ആ ഗ്ലാസും പ്ലേറ്റൊക്കെ വെക്കാനുള്ള GTPT എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ വീടുകൾക്കൊക്കെ ഉള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പാത്രം കഴുകുക, അത് അവിടെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് അവിടെ വെക്കാനായിട്ട് കൈയെത്തൂല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യണത് എങ്ങനെയാണ്? ആ ഒരു കിച്ചണിലെ ആ ഏരിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കാൻ. അപ്പോൾ പിള്ളേരോട് പറയാം, എന്നാൽ പാത്രം അവിടെ വെച്ചേക്ക്, നിങ്ങൾക്ക് അത് അവിടെ എത്തൂലല്ലോ, എത്തുമ്പോൾ നിങ്ങൾ വെച്ചാൽ മതി, ഇതുവരെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് പഠിക്കൂല. അപ്പം ഞങ്ങൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗ്ലാസും അതുപോലെ തന്നെ പ്ലേറ്റും വെക്കാൻ പാകത്തിന് കുട്ടികൾക്ക് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുള്ളത് അവർ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ അവർ തന്നെ കഴുകുക. അവർ കഴുകുക എന്ന് മാത്രമല്ല, അവർ എന്താണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലോട്ട് വരിക, കിച്ചണിലെ സിങ്കിൽ പാത്രം കഴുകുക, പാത്രം കഴുകി കഴിഞ്ഞിട്ട് അതവിടെ ഉണക്കാൻ വെക്കുക. അതുപോലെ തന്നെ അവർ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരിക്കും. ആ വേസ്റ്റ് ബോക്സ് ഏതാണെന്ന് കാണിച്ചു കൊടുക്കുക. ആ വേസ്റ്റ് ബോക്സിൽ അവർ തന്നെ ഇടുക. അതായത് ഈ പ്രായത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന റെസ്പോൺസിബിലിറ്റി എന്താണോ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ചില വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആൺകൊച്ചുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല, പെൺകൊച്ചുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന. അതായത് ഇത്തിരി പ്രായമായവർ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ പറയുന്ന ഡയലോഗാണ്, പെൺകൊച്ചല്ലേ ഇത് ചെയ്ത് പഠിക്കുക. അവർ പഠിച്ച് ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ള അതേ ഡയലോഗ് ഇപ്പം നമ്മളുടെ മക്കളെയും പഠിപ്പിക്കാനായിട്ട് നോക്കും. അപ്പോൾ അതൊന്നും നമ്മൾ അലോ ചെയ്യരുത്. കാരണം അവർക്ക് നമ്മളില്ലെങ്കിലും അവർക്ക് നല്ലോണം ജീവിക്കാൻ പറ്റണം. സോ റെസ്പോൺസിബിൾ ആവുക, അവരുടെ ലൈഫിൻ്റെ കാര്യത്തിലെങ്കിലും അവർ റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബാഗ്, അവരുടെ ചെരുപ്പ്, കൊട, അതുപോലെ മുഷിഞ്ഞ യൂണിഫോം, ഇതൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ചെരുപ്പ് എവിടെ വെക്കണം, അതെങ്ങനെയാണ് വെക്കേണ്ടത്. ദെൻ അവർ ചോറ് കൊണ്ടുപോയ പാത്രം, വെള്ളം കൊണ്ടുപോയ പാത്രമൊക്കെ അത് കഴുകി പിറ്റേ ദിവസം കൊണ്ടുപോകാൻ പാകത്തിന് അത് കഴുകി വൃത്തിയാക്കി വെക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെ കൊടുക്കണം. അതുപോലെ മുഷിഞ്ഞ യൂണിഫോം മാത്രമല്ല, മുഷിഞ്ഞ ഡ്രസ്സുകൾ നമ്മളൊരു പ്ലേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവരോട് മുഷിഞ്ഞ ഡ്രസ്സ് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറയല്ല ചെയ്യേണ്ടത്. അത് വെക്കാനുള്ള ഒരു എവിടെയാണ് അവർ വെക്കേണ്ടത് ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് മുഷിഞ്ഞ ഡ്രസ്സ് അവിടെ ഇട്ടോളണം എന്നുള്ളത് അവർക്ക് കൊടുക്കാം. പിന്നെ പിറ്റേ ദിവസം നമ്മൾ പലപ്പോഴും നമ്മൾ കുഞ്ഞല്ലേ, അവർ ചെയ്ത് പഠിക്കണല്ലേ ഉള്ളൂ, അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവർ ചെയ്തിട്ട് ഭംഗിയാവണില്ലല്ലോ, നാട്ടുകാർ കണ്ട അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർ കണ്ട എന്ത് വിചാരിക്കും, വീട്ടിൽ നിന്ന് വൃത്തിക്കല്ലല്ലോ ഇടണേന്നൊക്കെ. അങ്ങനെ മറ്റുള്ളവരെ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ ഇവരെ പല കാര്യങ്ങളും ചെയ്യാൻ പഠിപ്പിക്കാതെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്ന കേസുണ്ട്. പക്ഷെ 1-2 പ്രാവശ്യം നമ്മൾ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്ത് പഠിച്ചോളും. അപ്പോൾ എൻ്റെ മോളൊക്കെ ആണെങ്കിൽ അവരോട് രാവിലെ തന്നെ കുളിക്കാനും തന്നെ മുടി കെട്ടി കൊണ്ടുപോകാനും
തന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്ത് വെക്കാനുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ഏജിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം ഇടുന്ന ഡ്രസ്സുകളുണ്ട്, ആ ഡ്രസ്സുകൾ നമ്മൾ എവിടെയാണോ ഉണക്കാനിട്ടേക്കണം അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരെയും കൂടിയും അതിൽ പങ്കെടുപ്പിക്കുക. അതുപോലെ തന്നെ അതെങ്ങനെയാണ് മടക്കി വെക്കേണ്ടത്. പിന്നെ എനിക്കും മകനും മകളുമാണ് ഉള്ളത്. അപ്പം മകൻ്റെ റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാർഡ്രോബിൽ അവനോട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് എവിടെ വെക്കണം എന്നുള്ളൊരു ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മോനെ ആ ഡ്രസ്സ് ഇടുന്ന് പറയുമ്പോൾ അയ്യോ അതെനിക്ക് എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരക്ക് പിടിച്ചെടുത്ത് കൊടുക്കുകയല്ല ചെയ്യണം, എന്നാൽ പിന്നെ വരണ്ട എന്ന് വിചാരിക്കണം. 1-2 പ്രാവശ്യം അങ്ങനെ ആകുമ്പോൾ അവർ തന്നെ ചെയ്ത് പഠിച്ചോളൂ. അതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്പേസ്. പിന്നെ കൂടുതൽ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്, ആവശ്യമില്ലാത്തത് ഏതാണ്, വേണ്ടാത്ത ഡ്രസ്സ് നമ്മൾ കൂടുതൽ സൂക്ഷിച്ച് വെക്കരുത്. നമ്മൾക്ക് ഉപയോഗമില്ലാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് ചെറുപ്പത്തിൽ. ഇപ്പോൾ ശനിയാഴ്ച ദിവസം നമ്മളൊരു ക്ലീനിങ് ഡേ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ജനൽ തുടക്കുന്നത്, വാതിൽ തുടക്കുന്നത്, റൂം ക്ലീൻ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളെയും കൂടിയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവരത് പഠിച്ചോളും. പിന്നെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് ഫുഡ് കഴിക്കാൻ പഠിക്കുക, ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വലുതാകുമ്പോൾ നമ്മളെന്തോ വലിയ റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇരിക്കേണ്ടത്. അവർ ഏത് ഏജിലാണോ ഉള്ളത് ആ ഏജിൽ ആ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ കുട്ടികൾക്ക് ഓരോന്നിൻ്റെയും വാല്യൂ പറഞ്ഞ് പഠിപ്പിക്കുക, ഓരോന്നിൻ്റെയും വാല്യൂ അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളിലും ഇവിടെ കുട്ടികളെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുപോകാതിരിക്കരുത്. ഇപ്പം ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. പല ഷോപ്പുകളിൽ പോകുമ്പോൾ നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് പോകുന്നുണ്ടോ മാക്സിമം കുട്ടികളെ കൊണ്ടുപോയിട്ട് ലൈഫ് എന്താണെന്നുള്ളത് അവർ എക്സ്പ്ലോർ ചെയ്യണമെന്നല്ലോ. അതുപോലെ ഷോപ്പിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എത്രത്തോളം വരുമാനമുണ്ട്, നമുക്ക് ഒരു മാസം നമുക്ക് എത്ര ചിലവ് വരും, അതൊക്കെ അവരോട് അവർക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിക്കാൻ ചിലപ്പോൾ മനസ്സിലാവുന്ന പ്രായമില്ലായിരിക്കും, എന്നാലും നമ്മൾ അവരോട് ഇത് പറയണം. ഇനി ഒരു ഷോപ്പിൽ പോകുമ്പോൾ അവർ പല സാധനങ്ങളും അവരെടുക്കും. ഇപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ മിഠായി ഗണിയിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞ് പെറുക്കിയെടുക്കും. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് ഇതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് വേണം, നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാലേ അവർ മനസ്സിലാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ കുറേ പൈസയുണ്ട്, പൈസ ഇനി തീർന്നു പോയാൽ അത് ATM പോയി എടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ മക്കളൊക്കെ അതൊക്കെയായിരുന്നു ചെറുപ്പത്തിലേ, കാരണം ഇവരെ എടുത്തുകൊണ്ടാണ് നമ്മൾ ATM പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഷോപ്പിൽ പോയി മിഠായി വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയുടെ അടുത്ത് അത്രയും പൈസ ഇല്ലയെന്ന് പറഞ്ഞു. പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ അതിനെ ATM പോയി എടുത്താൽ പോരെ എന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഈ ATM പൈസ വെറുതെ അല്ല വരുന്നത്, നമ്മൾ ജോലി ചെയ്യുന്ന പൈസയാണ് അതിൽ വരുന്നത്, അതിൽ കൂടുതൽ പൈസ ഒന്നും വരൂല എന്നൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഓരോ പ്രായത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് അല്ലെങ്കിൽ ആൺകൊച്ചാണ് പെൺകൊച്ചാണ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മളവർ നമ്മൾ കുറേ പാരൻസ് മക്കളോട് സ്നേഹം കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണം വാരിക്കൊടുത്തും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കൊടുത്തും അവർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടൊക്കെയാണ് സ്നേഹം കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ മക്കൾ ഭയങ്കര റെസ്പോൺസിബിളായിട്ടും ഈ പറയുന്ന പോലെ സന്തോഷത്തിലൊക്കെ ജീവിക്കുള്ളൂ. നമുക്ക് ശരിക്കും കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളില്ലെങ്കിലും അവർ സന്തോഷമായിട്ടിരിക്കണം, അവർ റെസ്പോൺസിബിലിറ്റിയൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മളുടെ മക്കളെ വളർത്തേണ്ടത്. നമ്മളില്ലെങ്കിലും അവർ എന്താ പറയണത് നല്ല നല്ല രീതിയിൽ റൂമൊക്കെ അതായത് ഏത് സ്ഥലത്ത് ചെന്നാലും അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ചെറുപ്പത്തിലേ തുടങ്ങി പഠിപ്പിക്കണം. എന്താണ് ഗുഡ് ഹാബിറ്റ്, എന്താണ് ബാഡ് ഹാബിറ്റ്. അതുപോലെ തന്നെ പല കുട്ടികൾക്ക് മുടി വെട്ടാനായിട്ട് ഭയങ്കര മടിയാണ്. ഇപ്പം ആൺകുട്ടികൾക്കൊക്കെ മുടി നീട്ടി വളർത്തണം. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ വിടുമ്പോൾ ഓരോ സ്കൂളിലെ റൂൾ ഇതാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എൻ്റെ മകനെയൊക്കെ മുടി വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീട്ടി വളർത്തണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നിർബന്ധിച്ച് വെട്ടിക്കുകയല്ല ചെയ്യണത്. ഇത് ശരിയല്ല, ബാക്കി എല്ലാ കുട്ടികളും ചെയ്യുന്നത് കണ്ടോ, ഇത് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ റൂൾസും അതൊക്കെയാണ് നമ്മൾ പാലിക്കണം എന്നുള്ളത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ചില വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എല്ലാവരെ കൂടിയും കളിക്കാൻ വിടൂല, ഒരു പർട്ടിക്കുലർ ചീത്ത കുട്ടികളോ കൂടി കൂടണ്ട അങ്ങനത്തെയൊക്കെ രീതിയിലൊക്കെ പറയും. അപ്പോൾ അവിടെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് പല കുട്ടികളും പല തരത്തിലുള്ള ഫാമിലിയിലുള്ളതായിരിക്കും, പല കൾച്ചറിലുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ഹാബിറ്റ് എന്താണ്, മോശം ഹാബിറ്റ് എന്താണെന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. വേറെ കുട്ടികൾ പല മോശം ഹാബിറ്റും കാണിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ
അത് അവരങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരും. അപ്പോൾ പറയാം അത് അവർക്കത് അറിഞ്ഞുകൂടാ, അവർക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്. സോ മോനത് അറിയാലോ, മോന് ദേഷ്യം വരെയല്ല ചെയ്യേണ്ടത്. സോ അവർക്കത് അറിയാത്തത് കൊണ്ടാണ് നമ്മളെക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്യും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നില്ല എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്. അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. എല്ലാവരും ചെന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂല, ചില കാര്യങ്ങൾ അങ്ങനെയാണെന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പം ന്യൂസ് ചാനലിലൊക്കെ അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഫോൺ അഡിക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഫോൺ അഡിക്ഷൻ എന്താണെന്നുള്ളതും നമ്മൾ അവരായി ഫോൺ എടുക്കല്ലേ നമ്മൾ ഭയങ്കര ഇതായിട്ടല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തിനാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത്, ഫോണിനെ നല്ല രീതിയിൽ മോശമായിട്ടൊക്കെ ഉപയോഗിക്കാം. ശരിക്കും ഫോൺ വാങ്ങിച്ചു വെക്കുന്നതിനേക്കാളും പകരം അവരെ ഫോൺ ഉപയോഗിക്കാൻ പഠിക്കും. നമ്മൾ എന്ത് കാര്യത്തിനൊക്കെയാണ് ഫോൺ ഉപയോഗിക്കേണ്ടത്, എത്ര സമയമാണ് അത് യൂസ് ചെയ്യേണ്ടത്, അത് ഈ കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഫോണിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീനൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. സെൽഫ് ലവ് ഒക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. അതുപോലെ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. അതുപോലെ ഒരു ബന്ധങ്ങളിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനൊക്കെ അവരെ പഠിപ്പിക്കും. ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സായിട്ട് ചില ദിവസം വഴക്കിട്ടൊക്കെ വരും. അപ്പോൾ അത് ചില കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ ഭയങ്കര വേറെ ഒരു പ്രത്യേക രീതിയിലുള്ള ബിഹേവിയറുള്ള കുട്ടികളുണ്ടാവും, ഉപദ്രവിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ഇവരെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക, എവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം, ആരോടാണ് നമ്മൾ നോ പറയേണ്ടത്, അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ ഇപ്പം ഒരു ചെറുതല്ലേ, ഇപ്പം അവരെങ്ങനെയെങ്കിലും ഇരിക്കട്ടെ, വലുതാകുമ്പോൾ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ അവരുടെ ഉള്ളിൽ ഇപ്പോഴേ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരത് ആ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ചെറുപ്പത്തിലെ ഓരോ പ്രായത്തിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്.